ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്സി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞാനിപ്പോൾ വിരാജ്പേട്ടയ്ക്ക് പോയിക്കോണ്ടുള്ളതാണ്. കൂടെ അനിയനുണ്ട്, ശംസു. അങ്ങനെ പിന്നെ ഓൻ്റെ ഒരു ഇതിപ്പോൾ നമ്മളെ നാടാണ് കേട്ടോ, എടപ്പല. നമ്മളുടെ എടപ്പല നാട്ടിലുള്ള അണ്ടത്തിമാനി ദർഗാണ് ഇത്, ദർഗ ഷെരീഫ് കണ്ടുകൊണ്ടുള്ളത്. പിന്നെ ഓൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. എല്ലാവരും ഓനോട് റീൽസ് ആക്കി കഴിഞ്ഞാല് റീൽസ് കണ്ടിട്ട് ചോദിക്കലുണ്ടല്ലോ, ഞാനും ഓൻ്റെ വൈഫാണെന്ന് നാണം കൊടുത്തരുത് കൈസ്. ഇതെൻ്റെ അനിയനാണ്, നമ്മള് ബ്ലഡാണ്. അപ്പോൾ എൻ്റെ ബ്ലോഗിലെല്ലാം പറയലുണ്ട്, പക്ഷെ റീൽസ് കാണുന്നവർക്ക് റീൽസിൽ ഇങ്ങനെ ഇത് ഉണ്ടാവില്ലല്ലോ, വോയിസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക്. ഇവൻ അൺമാരീഡ് ആണ് ഗൈസ്. ഇവനിക്ക് പെണ്ണ് നോക്കുന്നുണ്ട്. ഒരു 3 മാസം കൊണ്ട് ഞങ്ങളുടെ വീട് പണി കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റിങ്. അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമാജിനേഷൻ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ കല്യാണം. അങ്ങനെ ഞങ്ങൾ മുമ്പേ പ്രീ പ്ലാൻ ചെയ്യാണ് ഇവന്റെ കല്യാണം ഇങ്ങനെ കഴിക്കണം വെച്ചാൽ. എന്തായാലും ഇൻഷാ അള്ളാ എനിക്ക് പെണ്ണ് നോക്കോണുണ്ട്. അടുത്തായിട്ട് തന്നെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായിന. അപ്പോൾ ഇൻഷാ അള്ളാ അവന്റെ കല്യാണം അടുത്തായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞങ്ങളിപ്പോ എന്താണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വിരാജ്പേട്ടയിലേക്ക് പോവാണ്. വിരാജ്പേട്ടയിൽ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ അത് മാത്രല്ല, ഇന്ന് ബുധനാഴ്ച ആണല്ലോ, നമ്മള് വിരാജ്പേട്ടയിലെ ചന്തയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ചന്തന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വിരാജ്പേട്ട ചന്തന്റെ വീഡിയോ. അപ്പൊ അത് എനിക്കൊരു 49K എന്തോ വീഡിയോ മൂവ് ആയിക്കൊണ്ടിനുണ്ട് ഇപ്പോഴും. ആ ഒരു വീഡിയോ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ചന്തയിലേക്ക് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണം. അപ്പോൾ ബാക്കി എല്ലാ വിശേഷവും അവിടെ എത്തിയിട്ട് പറയാം. ഞാനപ്പോ നമ്മളെ ഹോം ടൗണ് കടങ്കയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ സ്റ്റോറി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മളെ കടങ്ക ടൗണ്. കടങ്ക എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്, പക്ഷെ അധികം വരലില്ല. ഞങ്ങൾ എന്താവശ്യത്തിനും വിരാജ്പേട്ടയിലൊക്കെ തന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മളുടെ കദ്നൂറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കദ്നൂർ. ഇവിടെ എനിക്ക് ഈ ഒരു നമ്മളെ പഴയ പിടിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കറിയാം ജസ്റ്റ് റീൽസ് എടുക്കണം തോന്നി. എന്തായാലും പോയൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് റീൽസ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാണിച്ചു തരാം. റീൽസ് എടുത്തിട്ട് പിന്നെ എഡിറ്റ് ആക്കി പിന്നെ നമ്മളെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങള് വിരാജ്പേട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൂടെ? എന്നത്തെ പോലെ ഇന്നത്ര തിരക്ക് കാണുന്നില്ല വിരാജ്പേട്ടയില്. വീഡിയോ അങ്ങനെയാ. വണ്ടി വേണ്ട, ഇതെല്ലാം ഉണ്ട് എന്നെ ഫ്രൂട്ട്സ് എല്ലാം. അങ്ങനെ ചന്ത അടക്കം വാങ്ങും പോലെ ഉണ്ട്. ഞങ്ങളങ്ങനെ നമ്മൾക്ക് പരിചയമുള്ള ഒരാളുടെ ഷോപ്പുണ്ട് വിരാജ്പേട്ടയിൽ. ഹാമ്പറും കാര്യങ്ങളും ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വിരാജ്പേട്ടയിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ഉമ്മർ ബിരിയാണീൻ്റെ ഒക്കെ ഓപ്പോസിറ്റിലായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. അങ്ങനെ അഞ്ചു പരിചയപ്പെടുത്തി തന്ന ഒരു ഷോപ്പ്. വിരാജ്പേട്ടയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ആക്കാലോ. നമ്പർ കൊടുക്കാൻ ജസ്റ്റ് ഈ കാണിക്കുന്ന സീനിൽ മാത്രം നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഓന് അൽഫാമിന് കോയിനെ കഴിച്ച പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ പോവാൻ പോകുന്നത് ഒരാള് എന്റെ ഒരു ഫാൻസ് ആണ് കൈസ്. ഒരാൾ എന്നെ നീറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിരാജ്പേട്ട വരുന്ന സമയത്തൊക്കെ. അപ്പൊ ഞങ്ങളങ്ങനെ അവരെ മീറ്റാകാൻ വേണ്ടിയിട്ട് പോയി. അവരുടെ ഉമ്മാക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് പരിചയമുള്ള ആരാണ് അവർക്ക് ഞങ്ങളെ. പക്ഷെ എനിക്ക് ഇത് ആദ്യമായിട്ടാണ് പരിചയം. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലേക്ക് പോയി അവരെ കണ്ട് ഞങ്ങളങ്ങനെ നേരെ മടങ്ങാണ്. അവരെയൊന്നും ഞാൻ പിന്നെ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ വിരാജ്പേട്ടയിലുള്ള സിസ്റ്ററിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം.
അങ്ങനെ സർപ്രൈസ് ആക്കാൻ പോകുന്ന ആള്. ബാലൊന്ന് പൂട്ടിട്ട് സൗണ്ടൊക്കെ അമ്മോ അമ്മോരെ മನೇಲಿ ಯಾರಿಲ್ವೋ? വലി ജിന്ന് ടോക്കൺ. ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമുണ്ട്. നമുക്ക് കുറച്ച് പരിഹാരം തരുമോ? കുറച്ച് ആരത് കിട്ടി ഞാൻ ചപ്പാലത്തോട് നമുക്ക് എന്നെ കിട്ടീനെ കാണിക്കുന്നു. എന്ത് വയ്യെടുക്കാം നമുക്ക്. നോമ്പ് തുറക്കുന്ന വീഡിയോയും പിന്നെ ഞാൻ കാണിച്ച ബ്രിഡ്ജിന്റെ റീൽസും അത് രണ്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അപ്പൊ ഗൈസ് ഇവര് ട്യൂഷന് പോകാൻ വേണ്ടിട്ട് നമ്മളൊരു മീൻ വാങ്ങിക്കൊടുത്തതിന് അതിനെ ഇവര് തിന്ന് ഈ വലിയ ഷാർക്കോള് തിന്നലേ അതിന്റെ ബേജാറാണ് അവർക്ക് ഉണ്ടാക്കുക. ഉറങ്ങാൻ വേണ്ടിട്ട് നോമ്പൊക്കുന്ന ഡിസ്പ്ലേയിൽ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. അതിൽ കയറിക്കാൻ നോമ്പ് തുറന്റെ റീൽസും മറ്റേ ബ്രിഡ്ജിന്റെ വീഡിയോ ഒക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ വിളി വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 40 തിരിച്ചു വരേണ്ടി വന്നത്. അപ്പോൾ ഒരുപാട് നല്ല വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.